എല്ലാവർക്കും ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഫസീന അൻസാരി. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് സൂചി ഗോതമ്പാണ്. സൂചി ഗോതമ്പ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ? ഈ ഒരു ടൈമിൽ ഉണ്ടാവും. ഇത് വലിയ തരിയുള്ള സൂചി ഗോതമ്പാണ്. ഈ വലിയ തരിയുള്ള സൂചി ഗോതമ്പ് കൊണ്ട് നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയ തരിയുള്ള സൂചി ഗോതമ്പ് കൊണ്ടാണ് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനൊക്കെ ബെറ്റർ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ സൂചി ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഉണ്ണിയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് എൻ്റെ റെസിപ്പി അല്ല, ഇത് എൻ്റെ ചേട്ടത്തിയുടെ റെസിപ്പിയാണ്. ചേട്ടത്തി എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഇക്കാടെ ചേട്ടൻ്റെ വൈഫാണ്. ആളാണ് ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത്. ആളിത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിരുന്നു. അപ്പം നന്നായിട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരാഗ്രഹം, നമുക്കൊന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാം എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് 1 മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൂചി ഗോതമ്പൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരരിപ്പയിൽ ഞാനിത് അരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ശർക്കര, വെള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. കറുത്ത ശർക്കര വേണമെങ്കിലും എടുക്കാം. ഇനി ഞാനൊരു പാളന്തോടം പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 2-3 ഏലക്ക, 1/2 ടേബിൾ സ്പൂൺ എള്ള്, തേങ്ങ വറുത്തെടുത്തത്. ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഇനി നമുക്ക് സൂചി ഗോതമ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റവ ഓപ്ഷണൽ ആണ്. റവയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും ഒരു 1.5-2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി 2-3 പീസ് ഏലക്ക കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാളന്തോടം പഴം തന്നെ വേണമെന്നില്ല. ചെറിയ ഏത്തപ്പഴമാണെങ്കിലും നല്ല പഴുത്ത പഴം എടുക്കണമെന്നേ ഉള്ളൂ. ഏത് പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല തിക്കായിട്ട് അരച്ചെടുക്കുക. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചത്. കാരണം നമ്മൾ ശർക്കര പാനി പിന്നീട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം വെള്ളം കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിക്കായിട്ട് അരച്ചെടുക്കുന്നത്. നമ്മുടെ ശർക്കര ഇപ്പം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഈ ഒരു കട്ടയിൽ കിട്ടണം, നല്ല വെള്ളമായി പോകരുത്. ഇപ്പം നമ്മുടെ ശർക്കര പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ശർക്കര പാനിയും ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഞാൻ ഈ മാവിനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഉണ്ണിയപ്പത്തിന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ ഹോളിലേക്കും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നിറച്ച് ഒഴിച്ചു കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അതുമല്ല, ഇത് ഉള്ളൊന്നും നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടില്ല. ഏകദേശം പകുതി വേവായിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യുക കേട്ടോ. കാരണം ഇത് ഉള്ളൊക്കെ വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കുറച്ചാകുമ്പോഴത്തേക്കും ഒന്ന് ഇത് വിട്ട് കൊടുക്കുക. അതേപോലെ എന്തെങ്കിലും ഒരു സ്പൂണോ കത്തിയോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് വിട്ട് കൊടുക്കുക. ഇതിന് നമുക്ക് തിരിച്ചിടാം. അങ്ങനെ എല്ലാ ഉണ്ണിയപ്പവും ഇപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി അപ്പുറത്തെ സൈഡും സെയിം ഇതേപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കോരി മാറ്റാം. നന്നായിട്ട് എണ്ണ പിടിച്ചിട്ടുണ്ടാവും. ഇതേപോലെ ഒരു അരിപ്പയിൽ നമ്മൾ കോരി മാറ്റുക. ഇതുപോലെ എല്ലാം നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം.
നമ്മുടെ ഉണ്ണിയപ്പം ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പിതുങ്ങി പോകുന്നുണ്ട്. അത്ര സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസിയാണ്. കണ്ടോ, ഓരോന്നെടുത്ത് കാണിക്കുകയാണ്. നല്ല സോഫ്റ്റ്, അത്ര നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ, വെറൈറ്റി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ചായയുടെ കൂടെയൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക.